മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? യെസ്. അതിനു മുമ്പ് നമ്മുടെ സൈലത്തിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. കാരണം എന്താണ്, നമുക്ക് പരീക്ഷാ കാലത്തായാലും ഇല്ലെങ്കിലൊക്കെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നോട്ട്സ് ഒക്കെ കിട്ടണം അല്ലേ? അതൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. മറന്നു പോകരുത്, എല്ലാവരും ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമന്റ്സിലൂടെ ഞങ്ങളോടുള്ള സ്നേഹമൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോ പേരറിയാന്ന് വിചാരിക്കുന്നു. ശ്രുതി എന്നാണ്. ശ്രുതി ടീച്ചർ എന്ന് വിളിക്കാം, മാളു മിസ് എന്നൊക്കെ വിളിക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലായ്പ്പോഴും വരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലെ? ഇത് ഇങ്ങനെ വന്നാലും ഇതിൽ നിന്ന് ഉത്തരം അങ്ങ് തെറ്റിച്ച് കളയും. ഇത് കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ കഥ വായിച്ചിട്ട് ലേഖനം വായിച്ചിട്ട് നിങ്ങളോട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറയും. എളുപ്പമുള്ളതാണ്, ഒരു കവിതയാണ്. 5 ചോദ്യങ്ങൾ ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാല് വളരെ എളുപ്പത്തില്. കാരണം എന്താണ്, ചോദ്യവും ഉത്തരവും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. തെച്ചിയും റോസയും തുമ്പയും പൂവിട്ടു ചെമ്പരത്തിപ്പൂ ചിരിച്ചു നിന്നു. പിച്ചിയും മുല്ലയും ചേമന്തിയും പൂത്തു പൂമണം തൂകി കുണുങ്ങി നിന്നു. ഞാനും വരട്ടെ എന്നോതി നിശാഗന്ധി തൂവെള്ളച്ചാർത്തി വിടർന്നു നിന്നു. മഞ്ഞയും നീലയും ചുറ്റിയ കോളാമ്പി വേലിക്കരികിലായി കാത്തു നിന്നു. പൂന്തേൻ കുടിച്ചു പൂമ്പാറ്റകൾ പൂക്കാലമായെന്നു മൂളുന്നു വണ്ടുകൾ. പൂന്തേൻ കുടിച്ചു പൂമ്പാറ്റകൾ പൂക്കാലമായെന്നു മൂളുന്നു വണ്ടുകൾ. അതിമനോഹരമായ ഒരു കവിത. എനിക്ക് തോന്നുന്നത് ഞാനിത് ചൊല്ലിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പൂക്കളെ പറ്റി വിവരിക്കുകയാണ് അല്ലേ? പൂക്കാലത്തെ പറ്റി പറയുകയാണ്. ഇതിൽ നിന്നുള്ള ഒരു 5 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, പൂമണം തൂകി നിന്നത് ആരൊക്കെയാണ് അല്ലെ? പൂമണം തൂകി നിന്നത് ആരൊക്കെയാണ്? ഉത്തരങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. പിച്ചിയും മുല്ലയും ചേമന്തിയും പൂമ്പാറ്റയും തെച്ചിയും റോസയും തുമ്പയും. അപ്പോൾ ആരൊക്കെയാണെന്ന് നമ്മൾ ഊഹിച്ചെഴുതല്ല, ഇതിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതണം. നോക്കണേ, പൂമണം തൂകി നിന്നത് ആരൊക്കെയെന്നാണേ. തെച്ചിയും റോസയും പൂവിട്ടു ചെമ്പരത്തിപ്പൂ ചിരിച്ചു നിന്നു. പിച്ചിയും മുല്ലയും ചേമന്തിയും പൂത്തു പൂമണം തൂകി കുണുങ്ങി നിന്നു. ഇത് നോക്കിയേ, പിച്ചിയും മുല്ലയും ചേമന്തിയും പൂത്തു പൂമണം തൂകി കുണുങ്ങി നിന്നു. അപ്പൊ പൂമണം തൂകി കുണുങ്ങി നിങ്ങിയത് പിച്ചിയും മുല്ലയും ചേമന്തിയാണ്. അപ്പൊ ഉത്തരം എഴുതുക, പിച്ചിയും മുല്ലയും ചേമന്തിയുമാണ്. എന്ത്? പൂമ്പാറ്റയില്ല, പിച്ചിയും മുല്ലയും ചേമന്തിയുമാണ് ഉത്തരം. ഞാൻ ഇത് റെഡ് കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. പിച്ചിയും മുല്ലയും ചേമന്തിയുമാണ് ഉത്തരം. അടുത്ത ചോദ്യമേ, നിശാഗന്ധിയുടെ പ്രത്യേകതയായി കവി പറയുന്നത് അല്ലെ, കവിതയിൽ പറയുന്നത് എന്താണ്? നിശാഗന്ധി. നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അപ്പൊ രാത്രി വിരിയുന്ന പൂവാണ് നിശാഗന്ധി. രാത്രി വിരിയുന്ന പൂവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വെളുത്ത നിറമായിരിക്കില്ലേ? നമ്മുടെ മുല്ലപ്പൂവ് രാത്രിയല്ലേ വിടരാറ്. അതുപോലെ നിശാഗന്ധിയും വെളുത്തിട്ടാണ്. അപ്പോ നിശാഗന്ധിയുടെ പ്രത്യേകതയായി പറയുന്നത് അത് പൂന്തേൻ കുടിക്കുന്നു എന്നാണോ, തൂവെള്ള ചാർത്തി നിൽക്കുന്നു എന്നാണോ, മതിച്ചു നിൽക്കുന്നു എന്നാണോ? ഇവിടെ ഉത്തരമുണ്ട് കേട്ടോ. ഞാനും വരട്ടെ എന്നോതി നിശാഗന്ധി തൂവെള്ള ചാർത്തി വിടർന്നു നിന്നു. തൂവെള്ള ചാർത്തി വിടർന്നു നിന്നത് ആരാണ്? ആരാണ്? നിശാഗന്ധിയാണ് അല്ലെ? അപ്പോൾ നിശാഗന്ധിക്ക് തൂവെള്ള ചാർത്തി നിന്നു എന്നുള്ളതാണ് ഉത്തരം. നിശാഗന്ധിയാണ് തൂവെള്ള ചാർത്തി നിൽക്കുന്നതാണ് അല്ലെ? അടുത്ത ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വേലിക്കരികിൽ കാത്തു നിന്നത് ആരാണ്? ശരിക്കും വായിച്ചു നോക്കിയാൽ കിട്ടും. വേലിക്കരികിലായി കാത്തു നിന്നു. തൊട്ടമേലത്തെ വരി.
മഞ്ഞയും നീലയും ചുറ്റിയ കോളാമ്പി വേലിക്കരികിലായി കാത്തുനിന്നു. മഞ്ഞയും നീലയും ചുറ്റിയ കോളാമ്പിയാണ് വേലിക്കരികിലായിട്ട് കാത്തു നിന്നത്. അപ്പൊ കോളാമ്പിയാണ് വേലിക്കരികിലായിട്ട് കാത്തു നിന്നത് അല്ലേ? ഇനി വണ്ടുകൾ എന്താണ് മൂളുന്നത് മക്കളെ? വണ്ടുകൾ മൂളുന്നത് എന്താണ്? പൂക്കാലമായെന്നാണോ? പൂന്തേൻ മധുരമുണ്ടെന്നാണോ? പൂ വിരിയാത്ത ദുഃഖമാണോ? ദേ വണ്ടുകൾ ഇവിടെ മൂളുന്നുണ്ട്. പൂന്തേൻ കുടിച്ചു കുടിച്ചു പൂമ്പാറ്റകൾ. അടുത്ത വരി. പൂക്കാലമായെന്നു മൂളുന്നു വണ്ടുകൾ. പൂക്കാലമായെന്ന് വണ്ടുകൾ മൂളുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? പൂക്കാലമായെന്ന് മൂളുന്നു വണ്ടുകൾ. അപ്പൊ ഉത്തരം പൂക്കാലമായെന്നാണ് അല്ലേ? ഇനി അടുത്തത് നോക്കൂ. കോളാമ്പി പൂക്കളുടെ നിറം എന്താണ് എന്നാണ്. ഞാൻ മഞ്ഞ കോളാമ്പി പൂക്കളെയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ നീല കണ്ടിട്ടുണ്ടോ? പക്ഷെ കവിതയില് മഞ്ഞയും നീലയും ചുറ്റിയ കോളാമ്പി എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ എഴുതണം അല്ലേ? മഞ്ഞയും നീലയും ചുറ്റിയ കോളാമ്പി എന്നാണ് ഉത്തരം. മഞ്ഞയും നീലയും ചുറ്റിയ കോളാമ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വായിക്കാം എഴുതാം എന്ന് പറയുന്ന ചോദ്യം. അത് എ ഗ്രേഡ് നേടാതെ ആരും പോകരുത്. വൃത്തിയിലൊന്ന് വായിച്ചു നോക്കണം. ചിലപ്പോൾ കവിത തരും, ചിലപ്പോൾ കഥയായിരിക്കും തരുന്നത്, ചിലപ്പോൾ ലേഖന ഭാഗമായിരിക്കും തരുന്നത്, ചിലപ്പോൾ ഒരു യാത്രാ വിവരണത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷെ ഉത്തരം അതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ടീച്ചേഴ്സ് എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. സൈലം എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.